ഹലോ എവരി വൺ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഷാഹി റോളിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് വെള്ളം എടുത്തു, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമ്മൾക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെച്ചാൽ ഇത് തിളക്കാൻ തുടങ്ങും. ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം, എന്നാലും നമുക്ക് ഷാഹി റോൾ ടേസ്റ്റി ആയി കിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം എങ്ങനെ പെർഫെക്റ്റായി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാമെന്ന്. ആ ഷുഗർ സിറപ്പ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഏലക്കായ് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറിന് നിങ്ങളുടെ അടുത്ത് കേസർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും ഫ്ലേവറും വരും. ഷുഗർ സിറപ്പ് ഇതുപോലെ നമ്മൾ ഫിംഗറിൽ ഇങ്ങനെ സ്റ്റിക്കി ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ആക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് നട്ട്സ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു. ഇത് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിപ്പം കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് വേണം, ഇത് ബൈൻഡായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് മെറ്റീരിയൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുക്കാം. അതിൻ്റെ സൈഡിലെ കോർണേഴ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു സ്ലൈസ് മാത്രം എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇതുപോലെ ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒരു സ്ലറി ഉണ്ടാക്കിയെടുക്കാം. നല്ല വെള്ളം പോലെ ഒരു സ്ലറി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് ആ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് അതിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ ഒരു ഷേപ്പിലാക്കി വെക്കുക. എന്നാൽ റോൾ ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കി വെക്കുക. ഇനി നമ്മൾക്ക് ഈ ബ്രെഡിനെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു എഡ്ജിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ലറിയില്ലേ അത് അപ്ലൈ ചെയ്യണം. കുറച്ച് അപ്ലൈ ചെയ്താൽ അത് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കില്ല, അതുകൊണ്ട് കുറച്ചധികം അപ്ലൈ ചെയ്യണം. എന്നാൽ ആ ഭാഗത്തെ ബ്രെഡ് അലിഞ്ഞു പോകാനും പാടില്ല. ഇത് രണ്ടും സംഭവിച്ചാൽ ഇത് റോള് ഓപ്പൺ ആയിപ്പോകും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒരു പെർഫെക്റ്റായിട്ട് റോളാക്കുക. തുറന്നു പോകാൻ പറ്റാത്ത രീതിയിൽ റോളാക്കി റെഡിയാക്കി വെക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ആ ബ്രെഡ് റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്ര ബ്രെഡ് റോൾസ് എടുത്തിട്ടുണ്ട് അതിന് റോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി മാത്രമേ പാനിൽ ഇടാൻ പാടുള്ളൂ, എന്നാലും നമ്മൾക്ക് എല്ലാ സൈഡും ഒരുപോലെ ആയി കിട്ടില്ല. അപ്പോൾ ഞാൻ എത്ര റോൾ എടുത്ത് അതിനനുസരിച്ച് പാൻ എടുത്തു. അല്ല നമുക്ക് 2 ട്രിപ്പായിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഗീ മെൽട്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റോൾ ചെയ്ത് വെച്ച എല്ലാ ബ്രെഡ് റോൾസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. ഇതിനെ നമുക്ക് തിരിച്ച് റോൾ ചെയ്ത് എല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ ഭാഗത്ത് കുറച്ചും കൂടി ഗീയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നല്ല വൃത്തിക്ക് ഫ്രൈ ആയി വരുന്നുണ്ടായത്. അതുപോലെ നിങ്ങളും കുറച്ച് ഗീ വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഫൈനലി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റോള് റെഡി ആയത്. അതിനായിരിക്കും ഇതിനെ ഷാഹി റോൾ എന്ന് പറയുന്നത്, എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ ഗീയിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ ഇപ്പം നമ്മളത് റെഡി ആയിട്ടുണ്ട്. നല്ല റോൾസ് എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഷുഗർ സിറപ്പിലേക്ക്. അപ്പോൾ ഷുഗർ സിറപ്പ് തണിഞ്ഞപ്പോൾ കുറച്ചൊന്ന് കട്ടി പോലെ ആയിട്ടുണ്ടായിരുന്നു. ഞാനതിനെ വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്തപ്പോൾ എല്ലാം പെട്ടെന്ന് സോക്ക് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കണ്ടു, അടിപൊളി ഷാഹി റോൾ റെഡിയാണ്. നല്ല ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് പോലെ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം.
അതിൻ്റെ മുകളിൽ കുറച്ച് പ്രഹസനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡ്രെയിൻ ഒരു ലൈൻ പോലെ ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക വിചാരിച്ചു. പക്ഷെ അത് കൊളായിപ്പോയി. അപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം പറഞ്ഞിട്ട് അവൻ പിന്നെ അതിനെ എന്താ പറയുക ആ പൊസിഷനൊക്കെ മാറ്റിയിട്ട് ഞാൻ ക്യാമറ നോക്കി അവൻ പറഞ്ഞു ആയോ റെഡി ആയോ പറഞ്ഞിട്ട്. അപ്പം എൻ്റെത് എന്താ കൊള്ളായെന്ന് വെച്ചാൽ ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൈ എവിടെയാണ് പോകുന്നത് ഇതെവിടെയാണ് പോകുന്നത് മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ അവൻ വന്ന് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്യേണ്ടി ഇതാ പെർഫെക്റ്റായിട്ട് ഡ്രസ്സിൽ ചെയ്ത് വെച്ചു. അപ്പോൾ നന്നായിട്ടത് കൂടുതൽ ടേസ്റ്റിയായി വന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു അടിപൊളി ഷാഹി റോള് ട്രൈ ചെയ്യുക. ഈസിയാണല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കണ്ടോ, ഗുലാബ് ജാമുനെ പോലെ നല്ല സോഫ്റ്റാണ്, നല്ല സ്വീറ്റാണ്. അപ്പോൾ ഒരു റോള് ഫുൾ കഴിക്കാൻ പറഞ്ഞാൽ ഒരു 5 ഗുലാബ് ജാമുൻ കഴിക്കേണ്ട മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും വേണം. താങ്ക്